നബിയോ സഹാബത്തോ താബിയങ്ങളോ തബഉ താബിയങ്ങളോ ഇവരാരെങ്കിലും ഖുത്ബ ഓതുന്ന സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല. ആരോദിട്ടില്ല? അള്ളാഹ് റസൂൽ. അപ്പൊ ഇവര് പറയും അള്ളാഹ് റസൂലിന്റെ നാട്ടിലെ ഭാഷ അറബി ആയതുകൊണ്ട് അറബിയിൽ ഓതി. ഓക്കെ, നാട്ടിലെ ഭാഷ അറബിയിലായതുകൊണ്ട്. എന്നാ പിന്നെ തിരിച്ച് ഞങ്ങൾ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ബാങ്ക് കൊടുത്ത അറബിയിലായത് എന്തുകൊണ്ടാ? അവിടുത്തെ ഭാഷ അറബി ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ ബാങ്ക് കൊടുക്കണം? ഇവിടെ എങ്ങനെ ബാങ്ക് കൊടുക്കണം? നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മുജാഹിദ് പള്ളിയിൽ നിന്ന് പടച്ചവൻ വലിയവനാണ്, പടച്ചവൻ വലിയവനാണ്. കുറച്ചപ്പുറത്ത് തമിഴ്നാട്ട് പോയാലോ ആണ്ടവൻ പെരിയവൻ, ആണ്ടവൻ പെരിയവൻ കൊടുക്കണ്ടേ? എന്താ പേര് കൊടുക്കാത്ത? അത് പിന്നെ അവിടെ ഒരു മൂളക്കാർക്ക് പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അറബി നിസ്കരിച്ചെന്തുകൊണ്ടാ? നാട്ടിലെ ഭാഷ അറബിയാന്നുണ്ട്. അപ്പൊ നമ്മളോ മലയാളത്തിൽ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കാം? മഗ്രിബ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, അസ്തമാന നിസ്കാരം എന്ന് പറഞ്ഞല്ലേ. മഗ്രിബ് അറബിയല്ലേ. ഫർള് നിസ്കാരം, ഫർള് അപ്പം പ്രശ്നമാണ്. നിർബന്ധ നിസ്കാരം 3 റക്അത്ത് പറയാൻ പറ്റില്ല. എന്താ അറിയാമേ, കുടുങ്ങൂലേ? ഇതിന് മലയാളം കിട്ടണ്ടേ? അല്ലാഹു തആലാക്ക് വേണ്ടി അല്ലാഹു പറയാൻ പറ്റില്ല, അറബിയ. അത് മാറ്റുന്നു. ഞാൻ നിസ്കരിക്കുന്നു ആണ്ടവൻ പെരിയവൻ. തമിഴിലാണെങ്കിൽ, മലയാളത്തിലാണെങ്കിൽ പടച്ചവൻ വലിയവനാകുന്നു. കൈയ്യട്ടെ. ഈ ഫാത്തിഹ ഓതാൻ എങ്ങനെ ഓതുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ അറബിയിൽ ഓതുമ്പോൾ ഇവരെങ്കിലും കരുണാകരനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി, രണ്ടിരിക്കട്ടെ. അതെ, ഓതണ്ടല്ലേ? നമസ്കാരം നമ്മളും റബ്ബും തമ്മിലുള്ളതാണ്. ഖുത്ബ ജനങ്ങളോടാണ്. നമസ്കാരത്തിൽ പടിഞ്ഞാറോട്ട് തിരിയുന്നു, ഖുത്ബയിൽ ഖതീബ് കിഴക്കോട്ട് തിരിയുന്നു. ഖതീബ് ഒരിക്കലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടല്ല ഖുത്ബ വഹിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞ് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. നമസ്കാരം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് റഹ്മാനായ റബ്ബിനോടുള്ള സംഭാഷണമാണ് നമസ്കാരം. അതുകൊണ്ട് അതിന് എന്തു പറയണം, എങ്ങനെ പറയണം, അത് റബ്ബ് വാചകമടക്കം പഠിപ്പിച്ചെന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നാണ്. അത് മാത്രമേ പറയാൻ പറ്റൂ. അർ-റഹ്മാനു അക്ബർ എന്ന് പോലും പറയാൻ പറ്റൂല. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് അർ-റഹ്മാനു അക്ബർ എന്ന് പോലും മാറ്റാൻ നമുക്ക് അവകാശമില്ല. അറബിയിൽ തന്നെ മാറ്റാൻ അധികാരമില്ല, പിന്നല്ലേ ഭാഷ മാറ്റല്. അറബിയിൽ തന്നെയും പദം മാറ്റാൻ നമുക്ക് അനുവാദമില്ല. എവിടെ ഏത് വിക്ർ ചെല്ലണം, റുക്കൂയിൽ എന്തു വേണം, സുജൂദിൽ എന്തു വേണം, അത്തഹിയാത്തിൽ എന്തു വേണം, നൃത്തത്തിൽ എന്തു വേണം, ആദ്യം ഏത് ഓതണം, പിന്നെ ഏത് ഓതണം, എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരം ഖുത്ബയും തുല്യപ്പെടുന്നത് ശരിയല്ല. ഖുത്ബ എന്നുള്ളത് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കലാണ് ഖുത്ബ. ജനങ്ങളെ പഠിപ്പിക്കലാണ് ഖുത്ബ. അതുകൊണ്ടാണ് മിമ്പറിൽ കയറി ജനങ്ങളെ നേരെ തിരിഞ്ഞ് സലാം ചൊല്ലി അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, ഞാനും നിങ്ങളുമൊക്കെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നിതാ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് ആ ജനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ഒരിക്കലും ഒരു വെള്ളിയാഴ്ച ഓതിയ ഖുത്ബ അങ്ങനെ തന്നെ കാണാപ്പാടം പിടിച്ച അടുത്താഴ്ച ഓതുകയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഓതിയ ഖുത്ബ അത് എഴുതിക്കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ വായിക്കുകയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുത്ബയും അങ്ങനെ തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഒന്നല്ല, സന്ദർഭോചിതമായി സാഹചര്യത്തിനനുസരിച്ച് ഓരോ വെള്ളിയാഴ്ച എന്താണോ ആവശ്യം അതാണ് അവർ പറയുന്നത്. സ്വഹാബിമാരുടെ ഖുത്ബയും അങ്ങനെ തന്നെയായിരുന്നു.